കഴിഞ്ഞ ദിവസം ഞാൻ നോക്കാൻ നേരത്തെ നമ്മുടെ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ CISF ഉദ്യോഗസ്ഥർ ഹൈദരാബാദിൽ നടൻ വിനായകനെ തടഞ്ഞു വെച്ചു, കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലാണ് കേരളത്തിലെ മീഡിയ പല രീതിയിലും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നടൻ വിനായകന് കേരളത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഈ പ്രിവിലേജ് എന്താണെന്ന് വെച്ചാൽ നടൻ വിനായകന്റെ നിറമാണോ, നടൻ വിനായകന്റെ ജാതിയാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിനായകൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മോശം കാര്യങ്ങളും വൈറ്റ് വാഷ് ചെയ്യാൻ കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വിനായകൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അലമ്പുണ്ടാക്കുന്നുണ്ട്. ഇതിനും കുറേ ആൾക്കാർ വൈറ്റ് വാഷുമായിട്ട് വരുന്നുണ്ട്. വിനായകന്റെ ജാതിയാണോ പ്രശ്നം, വിനായകന്റെ മതമാണോ അല്ലെങ്കിൽ നിറമാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ജാതി കുത്തിക്കയറ്റുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ വിനായകൻ ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് തെറി വിളിക്കുന്നത് കേട്ടു. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്നിട്ട് വിനായകന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം, വിനായകന്റെ നിറമാണോ എന്നൊക്കെ ചോദിച്ച് വിനായകൻ ചെയ്യുന്ന എല്ലാ തെമ്മാഴിത്തരവും കുറേ ആൾക്കാർ വന്ന് പുട്ടിയിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് വിനായകനെ ഹൈദരാബാദ് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു CISF ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ. CISF ഉദ്യോഗസ്ഥർ വിനായകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ജാതി കുത്തിക്കയറ്റുന്നുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല ഇവിടെ ആൾക്കാർ വിലയിരുത്തുന്നത്, അയാളുടെ ജാതി അല്ലെങ്കിൽ അയാളുടെ നിറവും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം ആഡ് ചെയ്യുന്ന ഒരു കലാപരിപാടി കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് രണ്ട് സൈഡിലുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനൊരു റീൽ കണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ അയാളുടെ തറവാടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അയാളുടെ വീടിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, കുളങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്, വീടിനോട് ചേർന്നുള്ള ക്ഷേത്രങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്, അയാളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ എവിടെയും ജാതിപരമായി ഒന്നും സംസാരിക്കുന്നില്ല, ആരെയും ആക്ഷേപിക്കാൻ ആ റീലിൽ എവിടെയും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാർ അവിടെ വന്നിട്ട് സവർണൻ എന്നുള്ള രീതിയിൽ മുദ്ര കുത്തിവിടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പം മേൽജാതിയിൽപ്പെടുന്ന ആൾക്കാർ കീഴ്ജാതിയിൽപ്പെടുന്ന ആൾക്കാരോട് കാസ്റ്റ് സിസ്റ്റത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എന്നുള്ള പേരിൽ സവർണൻ എന്നുള്ള മുദ്ര കുത്തി ആക്ഷേപിക്കുന്ന ഒരു കലാപരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി വിനായകനിലേക്ക് വരാം. ഈ വിനായകൻ കാണിക്കുന്ന എല്ലാ കലാപരിപാടിയും വൈറ്റ് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വിനായകൻ ചെയ്യുന്ന എല്ലാ കലാപരിപാടിയും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വിനായകൻ ചെയ്യുന്നത്, വിനായകൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ പേഴ്സണാലിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. എന്തിനു വേണ്ടിയാണ് വിനായകനെ CISF ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചത് എന്ന് നമ്മുടെ കേരളത്തിലെ മീഡിയ പറയുന്നില്ല. അതെന്താ മീഡിയ പറയാതെ? തെലങ്കാന ടുഡേ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടൻ വിനായകൻ അറസ്റ്റ്. CISF ജവാനുമായി തർക്കം നടത്തിയെന്നാരോപിച്ച് മലയാളി നടൻ വിനായകനെ RGIA-യിൽ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോവുകയായിരുന്നു ഇയാളെ. RGIA പോലീസിന് കൈമാറി എന്നുള്ള രീതിയിലാണ് അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. വാർത്തയിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ശംഷാബാദ് വിമാനത്താവളത്തിൽ സംഘർഷം സൃഷ്ടിച്ചെന്നാരോപിച്ച് തെന്നിന്ത്യൻ നടൻ വിനായകനെ RGI എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് എത്തിയതാരും മദ്യലഹരിയായിരുന്നു. അവരുടെ ഗേറ്റ് ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടായി, വഴക്കിടുകയും ചെയ്തു, അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. ബഹളം ശ്രദ്ധയിൽപ്പെട്ട CISF ഉദ്യോഗസ്ഥർ ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും നടൻ CISF ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് അവർ തന്നെ കീഴടക്കി തൊട്ടടുത്തുള്ള പോലീസിന് കൈമാറി. നടനെതിരെ സിറ്റി പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് പറയുന്നു. അപ്പം വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് മീഡിയക്കാരൊക്കെ ഉണ്ട്. ഇവരെ വന്നിരുന്നിട്ട് ഈ 4 കോടി വട്ടത്തിലിരുന്ന് ഈ ചർച്ച നടത്തും. വിനായകന്റെ ജാതിയാണോ മതമാണോ പ്രശ്നം, ഇത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ, മോഹൻലാൽ എന്ന് പറഞ്ഞ സവർണന് ഈ ഒരു അവസ്ഥ വരുമോ, വെള്ളം അടിച്ച് എയർപോർട്ടിൽ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരായാലും ഈ അവസ്ഥ തന്നെ വരും. മോഹൻലാൽ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയ ഈ അവസ്ഥ വരും, വിനായകൻ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയ ഈ അവസ്ഥ വരും. വെറുതെ എല്ലാ കാര്യങ്ങളിലേക്കും ജാതി കുത്തിക്കയറ്റി അലമുണ്ടാക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അതിപ്പം ഒരു കാസ്റ്റ് ജനിച്ചത് കൊണ്ട് മാത്രം അയാളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നവർക്ക് പോലും പലരും വന്ന് സവർണൻ എന്ന് മുദ്ര കുത്താനൊന്നും ഇവിടെ ആർക്കും അവകാശമൊന്നുമില്ല. അതൊക്കെ ഏതെങ്കിലും ഒരു കാസ്റ്റ് ജനിച്ചത് കൊണ്ട് മാത്രം അയാളെ വന്നിട്ട് ജാതിയുടെ പേര് ആക്ഷേപിക്കാനും ഇവിടെ ആർക്കും അവകാശമൊന്നുമില്ല. ഈ ജാതിയുടെ പ്രിവിലേജ് മാക്സിമം ഉപയോഗിക്കുന്ന ഒരാളായിട്ട് വിനായകനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പലരും അങ്ങ് അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രിവിലേജും ആർക്കും ഇവിടെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജാതിയൊന്നും അല്ല പ്രശ്നം, ഇവിടെ മതമൊന്നും അല്ല പ്രശ്നം, ഇവിടെ നിറമല്ല പ്രശ്നം, വിനായകൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രശ്നം. അത് പോലീസ് സ്റ്റേഷനിൽ കയറി ബഹളം ഉണ്ടാക്കുന്നതായാലും, ഫ്ലാറ്റിൽ കിടന്ന് തെറി വിളിക്കുന്നതായാലും, എയർപോർട്ടിൽ പോയി അലമ്പുണ്ടാക്കി വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കുന്നതായാലും വിനായകൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതല്ലാതെ വിനായകൻ എന്ത് ചെയ്താലും അതിനെ കയറി അങ്ങ് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഒന്നും ഇവിടെ ആർക്കും ഇല്ല. വിനായകൻ എയർപോർട്ടിൽ ഇരിക്കുന്ന വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നടനാണ്, മലയാളിയായിട്ടുള്ള നടൻ അവിടുത്തെ എയർപോർട്ടിൽ പോയി കാണിക്കുന്ന കോപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യാം.